ഹലോ ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത് ഒരു ഇൻ്റർവ്യൂവിനൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അറേ റെഡ്യൂസ് ഫംഗ്ഷൻ എന്താണ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ വീഡിയോയിൽ കൂടെ ശ്രമിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഒരു പ്രോഗ്രാം വഴി അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഞാൻ ARR ഈക്വൽസ് ന്യൂമറിക് അറേയാണ് 1 2 3 4 5. ഇതിലാണ് നമ്മൾ അറേ റെഡ്യൂസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ അത് വെച്ചിട്ട് സം ഒന്ന് കണ്ടുപിടിക്കുകയാണ്. ഈ അറേയുടെ സം ഇസ് ഈക്വൽ ടു ARR ഡോട്ട് റെഡ്യൂസ് എന്ന് പറയുക. ഇവിടെ റെഡ്യൂസിനകത്ത് രണ്ട് പാരാമീറ്റർ ഉണ്ട്. ഒന്ന് പ്രീവ്, അടുത്തത് കറണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് പാരാമീറ്റർ ഉണ്ട്. നമ്മളിവിടെ ഒരു ആരോ ഫംഗ്ഷനാണ്. ഇവിടെ ഇത് തമ്മിൽ ഞാനിപ്പം സം ചെയ്യുകയാണ്. പ്രീവിയസ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് വാല്യൂ അതിവിടെ നമ്മൾ സെറ്റ് ചെയ്യണം. കറണ്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് 1 2 3 4 5 ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓരോ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം അത് കറണ്ട് വാല്യൂ 1 ആവും, പിന്നെ അത് 2 ആവും, 3 ആവും, 4 ആവും, 5 ആവും. പ്രീവ് പ്ലസ് കറണ്ട് വാല്യൂ കൊടുക്കുന്നു. പ്രീവിയസിന് നമ്മൾ കറണ്ട് വാല്യൂവിന് ഞാൻ പറഞ്ഞായിരുന്നു, കറണ്ട് വാല്യൂവിന് എപ്പോഴും കിട്ടുന്നത് ഈ 1 2 3 4 5 അത് ഓരോ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം CRR എന്ന് പറഞ്ഞ വേരിയബിളിന് കിട്ടുന്നത് 1, അടുത്ത പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത് 2 3 അങ്ങനെ 5 വരെ കിട്ടും. പ്രീവിയസിന് നമുക്ക് ഇനിഷ്യലി വാല്യൂ ഇല്ല, അതുകൊണ്ട് നമുക്കൊരു ഇനിഷ്യൽ വാല്യൂടെ 0 എന്ന് കൊടുക്കുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം തൊട്ട് ഇത് ഓരോ പ്രാവശ്യം ആഡ് ചെയ്ത വാല്യൂയുടെ റിസൾട്ട് വയ്ക്കുന്നത് ഈ പ്രീവിയസ് ആയിരിക്കും. അതായത് ആദ്യം നമ്മൾ 0 പ്ലസ് കറണ്ട് വാല്യൂ. ഇപ്പം ഞാൻ പ്രീവിയസ് 0 എന്ന് കൊടുത്തു. അപ്പോൾ പ്രീവിയസിൻ്റെ വാല്യൂ 0 ആയി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ കറണ്ട് വാല്യൂ ആയിട്ട് ആഡ് ചെയ്യും. കണ്ടല്ലോ, അപ്പോൾ 0 പ്ലസ് 1 എന്ന് കിട്ടും. അത് പ്രീവിയസിൽ ഇരുന്നോളും. അടുത്ത പ്രാവശ്യം 1 പ്ലസ് അടുത്ത കറണ്ട് വാല്യൂ 2 ആണ്. അപ്പോൾ 2 പ്ലസ് 1 3 എന്ന് എന്തിലിരിക്കും, പ്രീവിയസ് വാല്യൂ ഇരിക്കും. അടുത്ത പ്രാവശ്യം അത് 3 പ്ലസ് കറണ്ട് വാല്യൂ 3, അപ്പോൾ അത് 6 ആവും. അങ്ങനെ നമുക്ക് റിസൾട്ട് കിട്ടും. നമുക്കതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. കൺസോൾ ഡോട്ട് ലോഗ് സം എന്ന് പറയുക, ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പോൾ കണ്ടല്ലോ 15 എന്ന് കിട്ടി. ഇത് അറേ റെഡ്യൂസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.